ചുരം കയറി ഏകദേശം മുകളിലെത്തപ്പോഴേ തന്നെ കോട കൊണ്ട് മൂടി മൊത്തം കാണാത്തൊരവസ്ഥയിലേക്കായി. അപ്പം വെൽക്കം ടു കൊടൈക്കനാൽ വ്ളോഗ് പാർട്ട് 2. രണ്ടാമത്തെ വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗ് ഞാൻ എൻ്റെ പേജിലിട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കയറി കാണാം. ഏകദേശം 3 മണിയായപ്പോഴേക്കും നമ്മൾ കൊടൈക്കനാലെത്തി. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. സത്യത്തിൽ ഈ റെസ്റ്റോറൻറ്റിൽ അൺലിമിറ്റഡ് ഫുഡായിരുന്നു. പെർ ഹെഡ് 200 സംതിങ്ങിൻ്റെ ചാർജ് ചെയ്ത് അൺലിമിറ്റഡ് ഫുഡായിരുന്നു. പക്ഷെ നമ്മൾ സമയത്ത് എത്താത്തതുകൊണ്ട് നമുക്കത് നഷ്ടപ്പെട്ടു. ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. വലിയ കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ബിരിയാണി. 3 ചെറിയ പീസാണുള്ളത്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കഴിച്ചത് ഒരു പീസിനാണ് 200 രൂപ ബിരിയാണിക്ക് കൊടുത്തത്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ സ്റ്റേയിലേക്കാണ്. കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സ്റ്റേയിലേക്ക്. ഇതാണ് ഞങ്ങൾ റെൻ്റ് ചെയ്ത വീട്. അടിപൊളി വീടാണ് കേട്ടോ. ഇവിടെ വണ്ടി ഇറങ്ങില്ല, വണ്ടി ഈ വഴിയിൽ വെച്ചിട്ട് താഴോട്ടൊക്കെ കാണാം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, വണ്ടി പുറത്ത് വെക്കണം. അല്ലാത്തത് എന്ന് പറഞ്ഞാൽ നല്ല കിഡിലാണ് ആംബിയൻസ്. അടിപൊളി വീട്. ആ കമന്ററി ഉണ്ട്. ഇത് നമ്മളെ മിസ്റ്റർ ജിമിച്ചൻ ഫ്രം ചാലക്കുടി. യെസ്. കഴിഞ്ഞ ഞങ്ങളുടെ മൈസൂർ ഊട്ടി ട്രിപ്പിലൊക്കെ ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു റൂമിനെ കുറിച്ച്. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിന് തൃപ്തിയായ നല്ലൊരു വീടാണ് കിട്ടിയത്. ഈ കാണുന്നത് വലിയൊരു ഹാളാണ്. ഈ കാണുന്നത് കിച്ചണാണ്. കിച്ചണൊക്കെ വലിയൊരു കിച്ചണാണ്. താഴെയും മുകളിലായിട്ട് ഏകദേശം 8 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. ഹായ്, ഹൗ ആർ യു മാൻ? How's the room? It's great. It's great? Yeah, it's pretty good, man. ഏകദേശം എല്ലാ റൂമും ഇതുപോലെ നല്ല വലുപ്പത്തിൽ നീറ്റിലാണ് ഉള്ളത്. ഈ റൂമും തുറന്നു. റൂമും തുറന്നു. റൂം വിശാലമായ റൂമാണ്. അടിപൊളി. Wow. വണ്ടർഫുൾ ബാൽക്കണി ഉണ്ട്. Wow. എൻ്റെ മോനെ, ഏതാ സ്പേസ് അല്ലേ? ഇതുവരെ ട്രിപ്പ് വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയൊരു വീടാണിത്. ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒന്ന് ഫ്രഷായി ഒരു 5-5:30 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ നേരെ പോയത് കോക്കേഴ്സ് വാക്ക് വ്യൂയിലേക്കാണ്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി പേജിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണണമെന്നുള്ളവർക്ക് പേജിൽ കയറി നോക്കിയാൽ മതി. 1 കിലോമീറ്ററോളം നടന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ്. അത്യാവശ്യം ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റും. ഏകദേശം ഇരുട്ടായപ്പോൾ കോക്കേഴ്സ് വാക്ക് വേന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് രാത്രി ഡിന്നർ കഴിക്കാനും പോയത്. ചിക്കൻ ഒഴികെ ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം.